നെടുങ്കണ്ടം പച്ചടി പൊന്നുട്ടയിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തി വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി സജിയെക്കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അമ്മ മറിയക്കുട്ടിയെയും സഹോദരൻ റജിയെയും കാണാതായ ദിവസങ്ങളിൽ സജി നാട്ടുകാരോട് പറഞ്ഞിരുന്ന നുണക്കഥകൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് നാട്. സ്വന്തം വിവാഹത്തെക്കുറിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചും പരസ്പരവിരുദ്ധമായ മറുപടികൾ നൽകിയും സൈക്കോപാത്തിന് സമാനമായ രീതിയിലാണ് സജി കൊലപാതക വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചത്. ഇലന്തൂർ നരബലിക്ക് സമാനമായ മനോവൈകൃതങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. സജി പിടിയിലാകുന്നതോടെ കേരളം കണ്ട മറ്റൊരു ക്രൂരമായ കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. കാണാതായ റജിയുടെ സഹോദരി സിനിക്ക് ലഭിച്ച ഒരു രഹസ്യ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശമാണ് കൊലപാതക വിവരം പുറത്തു കൊണ്ടുവന്നത്. റജിയെയും അമ്മയെയും കാണാനില്ലെന്നും സജിയുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ടെന്നും കാട്ടി നാട്ടുകാർ സിനിയെ വിവരമറിയിച്ചു. തുടർന്ന് സിനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയെ തുടർന്ന് പോലീസ് പച്ചടിയിലെ വീട്ടിലെത്തിയപ്പോൾ സജി യാതൊരു ഭയവുമില്ലാതെയാണ് പ്രതികരിച്ചത്. എന്നാൽ പോലീസ് മുറ്റത്തെ മണ്ണ് നീക്കിയ കുഴി പരിശോധിക്കാൻ തുടങ്ങിയതോടെ സജി തന്ത്രപൂർവ്വം വീടിന്റെ മേൽഭാഗം വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സജിക്ക് വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ മൂത്ത സഹോദരനായ റജി ഇതിന് തടസ്സം നിന്നിരുന്നതായും പറയപ്പെടുന്നു. താൻ വിവാഹം കഴിച്ചാൽ അമ്മയെയും കൂട്ടി വീട് വിട്ടു പോകുമെന്ന് റജി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേ ചൊല്ലി വീട്ടിൽ തർക്കങ്ങൾ പതിവായിരുന്നു. ഈ തടസ്സം നീക്കാനാണോ സജി അമ്മയെയും ജ്യേഷ്ഠനെയും വകവരുത്തിയത് എന്ന സംശയം ശക്തമാണ്. അമ്മയെയും സഹോദരനെയും കാണാതായ 10-ാം തീയതിക്ക് ശേഷം സജി നാട്ടുകാരോട് പറഞ്ഞത് താൻ വിവാഹിതനാകാൻ പോകുകയാണെന്നാണ്. വ്യാഴാഴ്ച എന്റെ കല്യാണമാണ്, 500 പേരുടെ ചടങ്ങാണ്, എല്ലാവരും വരണം എന്ന് പറഞ്ഞ് സജി നാട്ടുകാരെ ക്ഷണിച്ചു. എന്നാൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അത്തരത്തിൽ ഒരു വിവാഹം ഒരിടത്തും നിശ്ചയിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. വിവാഹത്തിന്റെ കാര്യം തിരക്കിയവരോട് പിന്നീട് സജി പറഞ്ഞത് ഒരു മരണമുണ്ടായതിനെ തുടർന്ന് വിവാഹം മാറ്റിവെച്ചു എന്നാണ്. കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു ഈ സംഭവം. സ്വന്തം വീട്ടിൽ അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചുമൂടിയ ശേഷം മറ്റൊരു മരണത്തിന്റെ പേരിൽ വിവാഹം മാറ്റിയെന്ന് പറഞ്ഞത് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. റജിയെയും മറിയക്കുട്ടിയെയും കാണാതായതിനെക്കുറിച്ച് നാട്ടുകാർ ചോദിച്ചപ്പോൾ സജി ഓരോരുത്തരോടും ഓരോന്നാണ് പറഞ്ഞത്. അവർ ബന്ധുവിന്റെ മരണാന്തര ചടങ്ങിന് പോയിരിക്കുകയാണ് എന്ന് ചിലരോടും ആശുപത്രിയിൽ പോയതാണ് എന്ന് മറ്റു ചിലരോടും പറഞ്ഞു. ഈ മറുപടികളിലെ വൈരുദ്ധ്യം നാട്ടുകാരിൽ വലിയ സംശയമുണ്ടാക്കി. കേസിലെ ഏറ്റവും വലിയ ദുരൂഹത നീളുന്നത് 10 വർഷം മുൻപ് ഇതേ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ പിതാവ് മാത്യുവിലേക്കാണ്. 2018 മുതൽ മാത്യുവിനെ കാണാനില്ലായിരുന്നു. അമ്മയെയും സഹോദരനെയും കുഴിച്ചുമൂടിയ സജി 10 വർഷം മുൻപ് പിതാവിനെയും ഇത്തരത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്ന ചോദ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർ ഒരേ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷരായത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സജിയെ പിടികൂടിയാൽ മാത്രമേ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലും അമ്മയെയും മകനെയും കൊന്ന രീതിയെക്കുറിച്ചും വ്യക്തത ലഭിക്കൂ. മൃതദേഹങ്ങൾക്ക് ഏകദേശം 17 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. അതായത് കൊലപാതകം നടത്തി മൃതദേഹം കുഴിച്ചുമൂടിയ ശേഷം 2 ആഴ്ചയോളം യാതൊരു ഭയവുമില്ലാതെ സജി ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഇത് ഇയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. സജി സൈക്കോപാത്തുകളെ പോലെയാണ് പെരുമാറിയിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. ചെറിയ പ്രകോപനം പോലും വലിയ അക്രമത്തിലേക്ക് നയിച്ചിരുന്നു. ലഹരി ഉപയോഗമോ മാനസിക വൈകൃതങ്ങളോ ഇയാളെ ഇത്തരം ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വീടിന് പിന്നിൽ മണ്ണിളകിയ നിലയിൽ കണ്ട ഭാഗത്ത് പോലീസ് പരിശോധന നടത്തിയപ്പോൾ അഴുകി തുടങ്ങിയ ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. ഇത് മേരിക്കുട്ടിയുടെയും റജിയുടെയും തന്നെയാണോ എന്നുറപ്പിക്കാൻ DNA പരിശോധന നടത്തും. മൃതദേഹങ്ങൾ അഴുകിയ ഗന്ധം പുറത്തുവരാതിരിക്കാൻ സജി കൃത്യമായ പ്ലാനിംഗ് നടത്തിയെന്നാണ് സൂചന. ഇത്രയും ദിവസം ആരും സംശയിക്കാത്ത വിധത്തിൽ വീട്ടിൽ കഴിഞ്ഞത് ഇയാളുടെ ക്രിമിനൽ വൈദഗ്ധ്യമാണ് കാട്ടുന്നത്. സജിക്കായി പോലീസ് അയൽ സംസ്ഥാനങ്ങളിലടക്കം വല വിരിച്ചിരിക്കുകയാണ്. കയ്യിൽ മൊബൈൽ ഫോൺ കരുതുന്നില്ലെന്നത് പോലീസിനെ കുഴപ്പിക്കുന്നു. കാടിനുള്ളിലോ മറ്റോ സജി ഒളിവിലുണ്ടാകണമെന്നാണ് നിഗമനം. 8 വർഷമായി പിതാവിനെ കാണാതായ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. സജി തനിച്ചാണോ ഈ കൊലപാതകങ്ങൾ ചെയ്തത് അതോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്.